സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി ഇതൊന്ന് കേൾക്കുക. സ്തോത്രം. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പാകിസ്ഥാൻ നിയമസഭയിൽ ധൈര്യമായി നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി പറയുന്ന MP, ഇത് കേട്ട എല്ലാവരും രോമാഞ്ചം കൊണ്ട് നിന്നു. പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി MP തിരുമതി റോമ മുസ്തക്കാണ് ഇത് പ്രസംഗിക്കുന്നത്. ഇത് മുസ്ലിം നാട്ടിൽ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തക്കവണ്ണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി പറയുവാൻ തക്കവണ്ണം കർത്താവ് ഒരു മകളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് ഇവരുടെ പ്രസംഗം, ഇവരുടെ ഈ സംസാരം ഇന്ന് ലോകമെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്തോത്രം. അവസാനം അവർ നിർത്തുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗത്തെ നിർത്തുന്നത്. സ്തോത്രം. मैं शुरू करती हूँ खुदावन के इकलौते बेटे यीशु अल मसीह के नाम से। ये जो आवाज़ है अवान में गूंजी है मेरी, ये जो आवाज़ है अवान में गूंजी है मेरी, ये सदा है मेरे लोगों की मुकद्दर की सदा। कई मंसूबे मुकम्मल हुए हैं इसी तर्ज पर कराची में आलमी मियार की एक मसीह यूनिवर्सिटी के क्याम के लिए जगह मुख्तस की जाए। मैं अपनी कम्युनिटी के अफराद से मिलकर इसकी ज़मीर के लिए इक़दाम करूंगी ताकि तालीमी मैदान में अक़लियतें पाकिस्तान का रोशन चेहरा बने। लड़ता यहोवा जंग तजी नहीं हारे, जय मसीह हालेलुया। लड़ता यहोवा जंग तजी नहीं हारे, जय मसीह हालेलुया. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുവാൻ തന്നെ എത്ര വലിയ മനോഹരമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് നോക്കണം. കർത്താവിൻ്റെ വരവ് അടുത്തുവെന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സഹോദരി പറയുകയാണ്, അതായത് പാകിസ്ഥാൻ നിയമസഭയിലെ ആ ജനങ്ങളുടെ മുന്നിൽ, അവിടെ ഉണ്ടായിരുന്ന MP, മറ്റുള്ള മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ അവിടെ, എല്ലാവരുടെ മുന്നിലും എണീറ്റ് നിന്നുകൊണ്ട് ധൈര്യത്തോടു കൂടെയാണ് ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അത് കേൾക്കുവാൻ തന്നെ എത്ര മനോഹരമായിരിക്കുന്നു. ഹിന്ദി എല്ലാവർക്കും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കേൾക്കുന്നവർ. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെ, അവർ പറയുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുക. അവർ പറഞ്ഞ കാര്യം, ആദ്യമേ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവർ ഉയർത്തുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തി പറയുകയാണ്, ഒരേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ജോലിയെ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ വേപ്പടഞ്ഞുകൊണ്ട്, അങ്ങനെ വിറച്ചതുപോലെ, രൂപം പോലെ അങ്ങ് നിന്നു. കാരണം പാകിസ്ഥാൻ ദേശമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഇതാണ്, അതൊരു മുസ്ലിം രാജ്യമാണ്. എന്നാൽ അവിടുത്തെ നിയമസഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇത്ര ധൈര്യത്തോടുകൂടെ അവർ പറയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് എത്രമാത്രം പ്രവർത്തിച്ചു കിട്ടിക്കുമെന്ന് നാം ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അവർ പറഞ്ഞത്, പാകിസ്ഥാൻ കറാച്ചിയിൽ ഒരു ക്രിസ്തീയ യൂണിവേഴ്സിറ്റി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പണിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, ഹല്ലേലൂയ, ജയം കൊള്ളുന്നു, ഹല്ലേലൂയ, അങ്ങനെ ധൈര്യത്തോടുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ ആ പ്രസംഗം അവിടെ നിർത്തുന്നത്. സ്തോത്രം. നാം എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയവനാണ്.
എത്ര വലിയവനാണ്. അത് എവിടെയെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്ന് അത് ദൈവത്തിനേ അറിയാവൂ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സഹോദരിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ആ സഹോദരിക്ക് കർത്താവ് ആയുസ്സും ആരോഗ്യം നൽകണം. പാകിസ്ഥാനിൽ തന്നെ അവർ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർ അറിയുന്നവരായി തീരണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അനേകർ സ്വീകരിക്കണം. പാകിസ്ഥാനിൽ ഒരു വലിയ വിടുതലുണ്ടാവണം. പാകിസ്ഥാനിലെ ജനം യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായി തീരണം. അതിനുവേണ്ടി അവർക്ക് ആയുസ്സും ആരോഗ്യം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആ ശക്തി, ആ സഹായം അവർക്ക് കൂടുതലായി ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ഹൃദയത്തിൽ നിശ്ചയിച്ച കാര്യം, ആ യൂണിവേഴ്സിറ്റി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർ പണിയാൻ പോകുന്ന ആ യൂണിവേഴ്സിറ്റി വളരെ ഭംഗിയായി മനോഹരമായി അവർ അത് പണിത് തീർക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്ന ആ കാര്യം വിജയിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു, എവിടെയെല്ലാം കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുക. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇതുപോലെ വലിയ വലിയ ഉന്നത സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെ തന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ ജോലി ഭംഗിയായി ഈ ലോകത്തിൽ നിറവേറ്റുവാൻ, അനേകർക്ക് ധൈര്യത്തോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുവാൻ, അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ഇതിനെ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. കർത്താവിൻ്റെ സുവിശേഷത്തെ നിങ്ങൾ ഇങ്ങനെ സഹായിക്കുക. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് വലിയവനാണ്. സ്തോത്രം.